നമുക്കൊപ്പം കോൺഗ്രസ് നേതാവ് CC ശ്രീകുമാർ നമുക്കൊപ്പം അതിഥിയായി ചേരുന്നുണ്ട്. അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്. അതിനു പുറമെ ഇപ്പോൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് കണ്ട മുഖ്യമന്ത്രി വഴിമാറി സഞ്ചരിച്ചത് ആ ഭാഗത്താണ് അദ്ദേഹം താമസിക്കുന്നത് കൂടി. ശ്രീകുമാർ, എത്ര കാലമായി ഈ റോഡ് ഈ ഗതിയിലായിട്ട്? ഏകദേശം ഒരു 10 ഓളമായി ഈ റോഡ് ഈ ഗതിയിലായി കിടക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട പാതയല്ലേ? കുറ്റിപ്പുറം കുന്നംകുളം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പാതയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഒരു 10 വർഷത്തിലധികമായിട്ട് ഈ റോഡിൽ എന്തുകൊണ്ടാണ് ഒരു മാറ്റവും ഇല്ലാതെ പോകുന്നത്? ആരും ഇത് പരാതിപ്പെടാഞ്ഞിട്ടാണ്? പല തലത്തിലുമുള്ള പരാതികളും പത്രവാർത്തകളും സമരങ്ങളും ഒക്കെ നടന്നിട്ടുള്ളതാണ്. ഒരു പ്രാദേശിക പത്രലേഖന് 101 ദിവസം നിരന്തരമായി ഈ റോഡിലെ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ പ്രാദേശികമായ ഒരു അവാർഡ് പോലും സമ്മാനിക്കപ്പെട്ട റോഡാണിത്. ഈ റോഡിന്റെ ഈ വികസന പ്രക്രിയ നടന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. തൃശ്ശൂരിൽ നിന്നും ഈ റോഡ് പോകുന്നതും ആരംഭിച്ച് കല്ലുംപുറം എത്തുന്ന ദൂരത്തിനകത്ത് ചൂണ്ടൽ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള സ്ഥലത്ത് മാത്രമാണ് ഈ റോഡിന്റെ വീതി കൂട്ടൽ പ്രക്രിയ യാതൊന്നും നടക്കാത്തത്. ഒരിക്കൽ ഈ റോഡിന്റെ വീതി കൂട്ടൽ പ്രക്രിയയുമായി വന്നപ്പോൾ ഈ റോഡിന് അരികിൽ താമസിക്കുന്ന ഇപ്പോൾ മരണപ്പെട്ടു പോയ പ്രശസ്ത മലയാള സാഹിത്യകാരൻ യൂസഫ് അലി കേച്ചേരി വീട്ടുപടിക്കിലൂടെ റോഡ് പോകും. അദ്ദേഹം അന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം ഞങ്ങളെ സൂം കണക്ഷൻ ഫ്രീസ് ആയി എന്നാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു വന്നത് എന്തായാലും 10 വർഷത്തോളമായി ഈ ശരിയായിട്ടുണ്ട്. നമുക്ക് അദ്ദേഹം പറയുന്നത് തുടർന്നും കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വീട്ടുപടിക്കിലൂടെ കടന്നു പോകുന്ന റോഡാണ്. അദ്ദേഹം ജീവിച്ചിരിക്കെ റോഡിന്റെ അക്വിസിഷൻ നടപടിക്രമങ്ങൾ വന്നപ്പോൾ അദ്ദേഹം സർക്കാരിലേക്ക് എഴുതി കൊടുത്തു, എന്റെ ഭൂമി അക്വിസിഷന് വേണ്ടി വരണ്ട, മുൻകൂർ അനുവാദം തരാം, അഡ്വാൻസ്ഡ് പൊസഷൻ സർക്കാരിന്റെ അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറായി. അതോടൊപ്പം തന്നെ കേച്ചേരിയിലെ ജുമാ മസ്ജിദിന്റെ മുറ്റത്തു കൂടിയാണ് റോഡ് കടന്നു പോകുന്നത്. അവരുടെ പള്ളിയുടെ പ്രധാന വരുമാന മാർഗമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. ആ പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികൾ അക്കാലത്ത് തന്നെ അഡ്വാൻസ് പൊസഷൻ സബ്മിഷൻ സമർപ്പിച്ചാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്ത് വൈഡനിങ്ങുമായി വീതി കൂട്ടലുമായി ഒരു പ്രക്രിയ നടന്നിട്ടില്ല. ഞങ്ങളൊക്കെ ഓർക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അംഗമായിരിക്കുന്ന സമയത്ത് കേച്ചേരിയിലെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി ഹെവി വെഹിക്കിൾ, തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഹെവി വെഹിക്കിൾ അറ്റിക്കാവ് ബൈപ്പാസ് വഴിക്ക് കടത്തിവിട്ടിരുന്നു. അങ്ങനെ കടത്തിവിട്ടിട്ട് പോലും ഇപ്പോഴും തൃശ്ശൂർ കുന്നംകുളം റോഡിലെ കേച്ചേരി മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള സ്ഥലത്തെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇതിപ്പോ അടുത്ത ശബരിമല സീസൺ വന്നാൽ എല്ലാ അയ്യപ്പ ഭക്തന്മാരുടെ എല്ലാ വണ്ടികളും ഈ വഴിക്ക് കടന്നു വരിക. എന്തെല്ലാം തലത്തിലും അപകടം ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഇങ്ങനെ നിഷ്ക്രിയമായ ഒരു ഭരണാധികാരികൾ ഒരു കാലഘട്ടത്തിലും കണ്ടിട്ടില്ല. ഇതിപ്പം മുഖ്യമന്ത്രിക്ക് ഈ റൂട്ട് മാറ്റി സഞ്ചരിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ സാധാരണക്കാരായ ജനങ്ങൾ, പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഇങ്ങനെ 14 കിലോമീറ്റർ കൂടി അഡീഷണൽ പോകാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടാവില്ല. അപ്പം ഇത് എന്ന് ശരിയാകാനാണ്? ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ നിലവിലുള്ള റേസ് എഞ്ചിനീയറിംഗ് കമ്പനിയെ കരാർ റദ്ദ് ചെയ്തിരിക്കുന്നു. അവർ ആദ്യം കരാറിൽ നിന്നും ഒഴിഞ്ഞു മാറി. കാരണം എന്താ? അവർക്ക് കരാറിൽ ഏർപ്പെടുമ്പോൾ അവരോട് പറഞ്ഞിരുന്നത് ബില്ല് സമർപ്പിക്കുന്ന മുറയ്ക്ക് തുക കൈമാറുമെന്ന പറഞ്ഞു. ട്രഷറിയിൽ പണമുണ്ടായിട്ട് പോലും 1/4 പൈസ പോലും കൈമാറിയില്ല. ജർമ്മൻ ഏജൻസിയുടെ സഹായം കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടിയിൽ ലഭിക്കുകയും കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ അടക്കം 500 കോടി രൂപയിലധികം 2 റോഡുകൾക്ക് അപ്പുറത്തെ പാലക്കൽ കൊടുങ്ങല്ലൂർ റോഡിനും അതുപോലെ തന്നെ കുറ്റിപ്പുറം തൃശ്ശൂർ റോഡിനും 500 കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ കൈമാറി കൊടുത്തതാണ്. എന്നിട്ട് നയാ പൈസ കേരള ഖജനാവിൽ നിന്നും പണി പൂർത്തീകരിച്ച ഏകദേശം 60 കോടി രൂപ പണി പൂർത്തീകരിച്ചിരിക്കുക 2 റോഡുകളിലായി. ഇവിടെയാണെങ്കിൽ ഏകദേശം 30 കോടി രൂപ പണി പൂർത്തീകരിച്ചിട്ട് നയാ പൈസ കൊടുത്തിട്ടില്ല. പണം കിട്ടാതെ വന്നപ്പോൾ സാധനസാമഗ്രികൾ ഇറക്കാൻ കമ്പനിക്ക് കയ്യിൽ പണമില്ലാതെ വന്നപ്പോൾ പണി നിർത്തിവെച്ചു പോയിരിക്കുകയാണ്. ആ പണി നിർത്തിവെച്ചതിന് ശേഷം സാധന സാമഗ്രികളുടെ വില ഏകദേശം 40 മുതൽ 50% പൊതു വിപണിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇനി ഈ കരാർ റദ്ദ് ചെയ്ത് പുതിയ കരാറുകാരൻ, സർക്കാരിന്റെ സാമ്പത്തിക ഇടപെടൽ ഈ രീതിയിലാണ് ഈ പുതിയ കരാറുകാരൻ വരാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സർക്കാർ കഴിഞ്ഞ നിയമസഭ സമ്മേളനത്തിൽ പറഞ്ഞത് താൽക്കാലികമായി റിപ്പയറിന് വേണ്ടി 29 കോടി രൂപ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ 29 കോടി രൂപ വെച്ചിട്ട് റിപ്പയർ പോലും നടത്താൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. അതിന്റെ നടപടിക്രമങ്ങൾ നടന്നു വരുന്നതാണ് പറയുന്നത്. പക്ഷേ നാളിതുവരെയായിട്ടും ഈ നിമിഷം വരെ
റിപ്പയർ പണി നടത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. ശരി, എന്തായാലും 10 വർഷത്തിലധികമായി ഈ റോഡിന്റെ സ്ഥിതി ഇങ്ങനെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു റിപ്പയർ പണി പോലും നടത്താൻ കോടികൾ അനുവദിച്ചിട്ടും ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ CC ശ്രീകുമാർ സംസാരിച്ചതിന്, കാര്യങ്ങൾ വ്യക്തമാക്കി തന്നതിന്.